അതിന് പിന്നെ നമ്മള് മോഡലിൽ ഒന്ന് വിളിക്കട്ടാണ്. SMS ജെട്ടി കംഫർട്ടബിൾ ആണ്. കുട്ടികൾ പമ്പേഴ്സ് ഇടുന്ന പോലെ ആയിരിക്കും. മൊത്തം ടാറ് കാണാ. വള്ളികളുടെയും ഹോസ്റ്റേജുകളുടെയും നാടായ എക്സ്ലാൻഡിസിൽ നിന്നും മറ്റൊരു ജെട്ടി, എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി. ആ മെയിൻ മോഡൽ വില്ലം ബ്രോ ഇല്ലേ? SMS എന്റർപ്രൈസ് സാവേജ് മന്ദാരം സ്നൈപ്പ്. പിന്നെ നമ്മള് വേറൊരു മോഡലിനെ ഇറക്കിയിട്ടുള്ളതാണ്. അതേടാ ഒരു പേഷ്യൻസ് ഇല്ലാത്ത വരുന്നുണ്ട്. അവരുടെ പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് മതിയെ നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നത് കേട്ടാ. പ്രസന്റേഷൻ അത്രേ ഉള്ളൂ. ഗോവയ്ക്ക് ട്രിപ്പ് പോകാൻ വരുന്ന. ഹലോ ഫസ്റ്റ് ഓഫ് ഓൾ ശബ്ദം കേൾക്കുന്നില്ല മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. മിസ്റ്റർ ആരൊക്കെയാ പേരെന്ന് പറയാവോ? ഇത് ഗോവയ്ക്ക് ട്രിപ്പ് വല്ലതും പോകണോ? പറഞ്ഞോളൂ. ഒരാളില്ലല്ലോ. സാധാരണ ആകിലാണോ ഇത്? നമ്മളിങ്ങനെ തുടി വരുമ്പേ നോക്കണ്ട. എന്ത് വികൃതാണ് ഈ ചെട്ടി. ഒരു ഡിസൈനും ഇല്ല. കേക്ക് എന്ത് വികൃതമാണ് ഈ ചട്ടി. കാണാൻ തന്നെ ഒരു രസം ഇട്ടാണ് ഇത്. ഒരു ഹോസ്റ്റൽ എടുത്ത് കൊണ്ടുപോയ പോലെ എന്തൊരു ഒരു വൃത്തിയില്ലാത്തൊരു ചെട്ടി. സത്യം. ഇതിന് പകരം നമ്മുടെ ഒരു പുതിയ ഐഡിയ ഉണ്ടെന്ന കറക്റ്റ് ഇവിടെ ഗാങ്ങിന്റെ ലോഗോ വരുന്ന ഒരു ചെട്ടി. പിന്നെ എക്സ്ക്ലൂസീവ് ഡ്രോപ്പ് ആയിട്ട് അണ്ണന്റെ തലയുള്ളതും ജോക്കിയുടെ തലയുള്ളത്, അങ്ങനെ 2-3 തരം ബാക്കില്. അതിന് പിന്നെ നമ്മള് മോഡലിൽ ഒന്ന് വിളിക്കട്ടാണ്. നമ്മുടെ ബന്ദിയോട് കരിമ്പുലി നമ്മള് മോഡലിൽ വിളിച്ചാൽ ഇത് മനസ്സിലാവും. ബന്ദിയോട് കരിമ്പുലി കാട്ടി തന്നെയാ ഇപ്പൊ വരുവാ കാട് തല്ലെന്ന് ബ്ലൈഡാ അവന്റെ തലയില്. SMS ജെട്ടി കംഫർട്ടബിൾ ആണ്. കുട്ടികൾ പമ്പേഴ്സ് ഇടുന്ന പോലെ ആയിരിക്കും. നമ്പർ 1 പമ്പേഴ്സ് അല്ല പാമ്പേഴ്സ്. തിരുത്തണ്ടേ നമ്മൾ? ഇനിയാണ് ഇത് നമ്മുടെ മോഡലിന്റെ ഇതാണ്. ഇതുപോലെ കളർഫുൾ ആയ ജെട്ടികൾ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പൊ കൂടെ വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. അതിനൊരു വീഡിയോ കൂടി ഉണ്ട്. ആടുണ്ട്. ലേറ്റ് ആയിട്ട് വന്നിട്ട് ഊള തമാശ അടിക്കരുതേ കേട്ടോ. അവന്റെ മീശ കിടന്ന് ഊഞ്ഞാലാടാ അത്രക്കുണ്ട്. സോറി, അതൊന്ന് പ്ലേ ചെയ്യാം. എനിക്കതൊന്ന് കാണണം മിസ്റ്റർ വാസു. അണ്ണാ മിസ്റ്റർ വാസുവിനെ പ്ലേ ചെയ്യിപ്പിച്ചു. മൊത്തം ടാറ് കാണാ. ചന്ദ്രൻ മോഡലാണല്ലേ? ഓ പേടിയാണ്. വള്ളികളുടെയും ഹോസ്റ്റേജുകളുടെയും നാടായ എക്സ്ലാൻഡിസിൽ നിന്നും മറ്റൊരു ജെട്ടി, SMS ജെട്ടി. എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി. ഇരുക്കത്തിനും മുറുക്കത്തിനും എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി, SMS ജെട്ടി. ചങ്കേ കരളെ എനിക്ക് നമ്മുടെ സ്വന്തം ജെട്ടി, SMS ജെട്ടി. ആ മറ്റേ ടബിലിരുന്ന അപ്പാപ്പനാണോ? ആ മെയിൻ മോഡൽ വില്ലം ബ്രോ ഇല്ലേ? അല്ലേ അടുത്ത 2 ആഴ്ചത്തേക്ക് ഗ്യാങ്സിലോട്ട് ഫ്രീ ആണ് 3 പേർക്ക്.
ബിസിനസ് അല്ലേ? ജട്ടിയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ്. അല്ലല്ല, ഒരു അതെ. ഓക്കെ, അതായത് ഈ രണ്ട് ബിസിനസ്സും ഒന്നിച്ച് കൊണ്ടുള്ള പ്രോഡക്റ്റ് ആണത്. അതെന്താണ്? അതായത് നമ്മള് ഒരു ബാർ നമ്മള് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. അതായത് ഈ സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉള്ളവരുണ്ട്, ബാറ് തൂറി മെഴുകുന്നവരുണ്ട്. ഇവരൊക്കെ വിഷമിച്ചിരിക്കുമ്പോ എന്ത് ചെയ്യണ്ട, ഇവർക്ക് വേണ്ടി വളരെ തുറന്ന ഇതിൽ മദ്യപിക്കാൻ ഒരു ബാറ്. പ്ലസ് നമ്മുടെ ജെട്ടിയിട്ട് പോയി എലാസ്റ്റിക് കാണിക്കുവാണെങ്കിൽ 10% ഓഫും മിച്ചറും ഗ്ലാസും ഫ്രീ. അതാണ് നമ്മുടെ ഒരു ഈ ജട്ടി മാർക്കറ്റ് ചെയ്യാൻ ബാർ തുടങ്ങാന്ന് പറഞ്ഞാൽ അത് വലിയ എക്സ്പെൻസ് ഉള്ള പരിപാടി. ബാർ തുടങ്ങിയാൽ ജെട്ടി മാർക്കറ്റ് ചെയ്യാം. അതെ, അത് സ്ക്രാച്ച് ആൻഡ് കൂപ്പൺ ഉണ്ട്. അതിലൂടെ നമ്മുടെ മോഡൽ 1 ഡേ സ്പെൻഡ് ചെയ്യാം. ഒരു കാര്യം പറയട്ടെ, നടക്കി തന്നെ മാറ്റി അവനെ തിരിഞ്ഞിരിക്കാൻ ജെട്ടി കാണിച്ചു മോഡൽ. ഇല്ല മോഡലിലൂടെ വൺ ഡേ കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ആരുടെ വേണേലും തല വെക്കാം. വേണ്ട, നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച്. അതെ, വേറെ ഞാനൊരു ഇത് വേണേ കാണിച്ചു തരാ. ഓക്കെ, ഒരു ഇത് കാണിച്ചു തരാം, ഫോട്ടോ വേണേ കാണിച്ചു തരാം. ഓക്കെ. മോഡൽ ഓക്കെ അല്ലേ? കത്തിയിലല്ലേ നമ്മളിവിടെ മോഡൽ കരിമ്പുലിയല്ലോ. കരിമ്പുലിയാ? കരിമ്പൂപ്പി പോലെ ജോക്കി, ഒരു വിധത്തില് ഇവര് പറയുന്നത് ശരിയാ ജോക്കി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്താണിത്? അല്ല ജോക്കി, ഒരു വിധത്തിൽ ഇവര് പറയണ ശരിയാ ജോക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് ഒരു ഗ്യാങ്ങിൽ ഒരാളെ ഹോസ്റ്റേജ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ജട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ അപ്പി ജട്ടി ഇട്ട് നിൽക്കുന്നത് ഒരു ഗ്യാങ്ങിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് കുറച്ചും കൂടി നല്ല ജട്ടി ഇട്ട് നിൽക്കുകയാണെങ്കിൽ ഗ്യാങ്ങിന് ഒരു പ്രൗഢിയല്ലേ അത്. മൂലത്തിൽ ഇനി ആ ജട്ടി കണ്ടിട്ട് ആ സിമ്പിൾ ഉണ്ടാവും, അവർക്ക് പേടിക്കാൻ കൂടി പറ്റിയാലോ. എന്താ കൊലപതിയാ ജട്ടി പ്രസൻസ് എനിക്ക് കാണുന്നില്ല. ഇത് പക്ഷെ കാണാൻ പറ്റില്ല കേട്ടോ, ജട്ടി മാത്രം കാണുന്നില്ല. അടുത്ത ഫോട്ടോ ഉണ്ട്, ഒരുപാടുണ്ടോ നമുക്ക്. നിങ്ങളുടെ കൂട്ടത്തില് സ്നൈപ്പ് വന്നില്ലല്ലേ? ഇല്ല. നിങ്ങളുടെ മോഡൽ എന്താ? ക്യാൻഡിമാന്റെ മുട്ട കഴിച്ചിട്ടാണ് മോഡല് പറയല്ലേ ചന്ദ്ര? ചന്ദ്രു എന്റെ കാലിലെന്താ എനിക്ക് ഫ്രണ്ടിൽ നോ സിഗ്നലാണ് കാണിക്കുന്നത്. എനിക്ക് ഇങ്ങനെ പല രീതിയിൽ പല നമ്മളെ ഇത് അത് കൊള്ളാം കേട്ടോ. കണ്ണ് മോഡലാക്കുവാണെങ്കിൽ നമുക്ക് ജോക്കി കൂടെ വെക്കാം. സത്യം. പക്ഷെ ഫ്രണ്ടിലുള്ള ആര് പൊന്തിച്ച കാണൂല. പക്ഷെ ഇത്ര നിങ്ങക്ക് ഫ്രണ്ടിലോട്ട് വരാം. നമ്മൾ ഇത്ര കടന്ന് ചിന്തിച്ചില്ലായിരുന്നു. പക്ഷെ ഐഡിയ കൊള്ളാം. പക്ഷെ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പം സിറ്റിസൺസിനും ഈ ഗ്യാങ്ങിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ലാഭം കൊയ്യാം. അണ്ണാ ഉണ്ട് ദേ ഈ മോഡൽ ഇട്ടിരിക്കുന്നത് ഹാർട്ടുള്ള ജട്ടി കണ്ടിട്ടുണ്ടോ? ഇത് പോരെ, ഇത് പെമ്പിള്ളേരുടെ ഇവ പെണ്ണാന്ന് പയ്യാന്ന്. സെക്സിയോ യൂണിസെക്സാ? അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ എന്തായാലും കൊള്ളാടാ. നമ്മള് ഏറ്റവും ലാസ്റ്റില് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മള് കയ്യിലെടുത്ത് നടന്ന് വിൽക്കും. അല്ല നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു പ്രോജക്റ്റിന്? നിങ്ങൾ
ചെറിയ പൈസ ഉണ്ട് എലാസ്റ്റിക് പൈസ ഉണ്ട്. അല്ല എന്നാലും എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും? ഒരു 50 ഷെയർ. അല്ല 100 കോടി ബാറും കൂടെ വേണല്ലോ അണ്ണാ. ആ ശരിയാ. ബാറും കൂടെ തുടങ്ങാൻ 100 കോടി രൂപ മതിയോ? മതി. അതെ അണ്ണാ. ചെറിയ സെറ്റപ്പ് ചെയ്യുമ്പോ തുടങ്ങണ്ട. അതെ. ചെറിയ സെറ്റപ്പ് ഇവിടെ ഇതിപ്പോ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി ഇപ്പൊ വാസോണിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ബിസിനസ് അണ്ണൂന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി വിചാരിച്ചോ. അപ്പൊ വേണമെങ്കിൽ അണ്ണൂന് അത് 50 കോടി കൊടുത്തോണ്ടെങ്കിൽ അണ്ണൂന് നീ നടത്തിക്കോ. പിന്നെ ഇവന്റെ ഇത് പറയരുത്. കൊള്ളാം മോനെ, കൊള്ളാം. നല്ല മോഡൽ ഉണ്ടല്ലോ വിഷയമായിട്ട്. അണ്ണൂന് ഇൻട്രസ്റ്റ് ആയിട്ട് പറയണേ ഇവന്റെ ദോശക്കല്ലേ മോങ് വെച്ചിട്ടാ കൊണ്ടുവന്നവനെ. ഇല്ല വേക്കപ്പ് ഇത് ഡമ്മയാ. ഇത് ഫാഷൻ. ഇത് ഏതോ മാമ ഇവിടെ ഫുഡ് കഴിക്കുന്ന റോഡില്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ വിളിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്റർപ്രൈസ്. അണ്ണാ ഫ്ലഡ് ഉള്ള സമയത്ത് റോഡിൽ കൂടി എല്ലാം പോയാലേ ഷാർക്ക് എന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ചു കയറ്റും. അപ്പൊ തന്നെ അല്ലാണ്ട് അവന്റെ ഷാർക്ക് ഫിന്നാ അതിന്റെ തലയില്. എടാ ഞാൻ പിന്നെ ജോക്കി ഞാൻ അന്നേരം പറഞ്ഞതെന്ന് വെച്ചാ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്തെ നമ്മള് കറക്ഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും. അവരുടെ ഫ്ലോ പോകും ജോക്കി. അതാ ഞാൻ പറഞ്ഞത്. അവര് പ്രസന്റേഷൻ സമയം നമ്മളൊന്നും പറയണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതാണ് നല്ലത്. ആക്ച്വലി നമുക്ക് ആ ഓയ ബിസിനസിന്റെ കൂടെ ഇവരുടെ ജട്ടി ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതെ, തൊട്ട് വെളിയിലായിട്ട് ഈ കട പണിയണം അല്ലേ? എനിക്ക് ആ ഓയ ബിസിനസ്സിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ട് ഒരു കാര്യമുണ്ട്. എന്താ അപ്പൊ ശ്രദ്ധിച്ചായിരുന്നോ? ഒരിക്കലും കുലുങ്ങാത്ത കട്ടിൽ, അതിന്റെ ആ ബിൽഡിംഗ് സ്ട്രക്ചർ കണ്ടായിരുന്നോ? പൊളിയല്ലായിരുന്നോ? അത് പോലും ഇല്ല. പക്ഷെ ഇത് നമ്മുടെ എക്സാം ഡിസി വെക്കുമ്പോ ചിലപ്പോ അനങ്ങും. നിനക്കൊന്നും അനക്കാൻ എന്തായാലും പറ്റൂല. അത് പറഞ്ഞത് എന്നാ ഇവിടെ